നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI കോടതിക്ക് മുൻപാകെ സമർപ്പിച്ച പ്രാഥമിക കുറ്റപത്രത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത്. സിദ്ധാർത്ഥൻ നേരിട്ടത് അതിക്രൂരമായ പീഡനവും അപമാനവുമായിരുന്നു. കൃത്യമായ ക്രിമിനൽ ഗൂഢാലോചന പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമുണ്ട്. അതുമാത്രമല്ല, അതിക്രൂരമായ പീഡനത്തിന് ശേഷവും മെഡിക്കൽ സഹായം നിഷേധിക്കുകയും ചെയ്തു. സ്വന്തം സഹപാഠിയോട് മനുഷ്യത്വമില്ലാത്ത ഈ നീച പ്രവൃത്തിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചതിൻ്റെ പിന്നിൽ എന്ത് ധൈര്യമാണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത്. എന്ത് ക്രൂരത ചെയ്താലും ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പിൻബലത്തിൽ തങ്ങൾ രക്ഷിക്കപ്പെടും എന്നുള്ള അമിത ആത്മവിശ്വാസമായിരുന്നു പ്രതികൾക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും കൊല്ലാതെ കൊന്ന ഈ ക്രൂരതയ്ക്ക് സിദ്ധാർത്ഥന് നീതി ലഭിച്ചേ മതിയാകുകയുള്ളൂ. ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, കണ്ണില്ലാത്ത ക്രൂരതയോ? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നവർ BJP പ്രതിനിധിയായി ശ്രീ യുവരാജ് ഗോകുൽ, രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ MK ഹരിദാസ്, ഒപ്പം ഇടത് നിരീക്ഷകൻ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ എന്നിവരാണ്. ആദ്യം ശ്രീ യുവരാജ് ഗോകുലിലേക്ക് പോവുകയാണ്. ശ്രീ യുവരാജ് ഗോകുൽ, നമുക്കറിയാം സിദ്ധാർത്ഥന്റെ വിഷയം നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. കണ്ണില്ലാത്ത ക്രൂരത തന്നെയാണ് സിദ്ധാർത്ഥന് മേൽ അരങ്ങേറിയത്. ഏറ്റവും ഒടുവിൽ CBI റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ കൃത്യമായി അതെല്ലാം പ്രതിപാദിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ആഭ്യന്തര അന്വേഷണം എങ്ങനെയായിരുന്നു എന്നുള്ളത് കണ്ടതാണ്. ഇഴഞ്ഞു നീങ്ങുന്ന പോലീസ് നിലപാടും ഒപ്പം രാഷ്ട്രീയ നേതാക്കളുടെ നിരന്തരമായ ഇടപെടലും. ഒരു ഘട്ടത്തിൽ ഇത് അട്ടിമറിക്കപ്പെടാൻ എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നതല്ലേ CBIയുടെ കൈകളിലേക്ക് എത്തിയില്ലായിരുന്നുവെങ്കിൽ? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഖാപ്പ് പഞ്ചായത്തുകളിൽ ആണ് നമ്മൾ ഈ സമാന്തരമായിട്ടുള്ള ഈ പറയുന്ന വിചാരണയും ശിക്ഷാവിധികളുമൊക്കെ നടക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. അവിടെ പോലും ഇത്രയും പ്രാകൃതമായിട്ടൊന്നും നടക്കുന്നതായിട്ട് നമ്മുടെ അറിവിലില്ല. അവരൊരു കൂട്ടം കൂടി അവർ തീരുമാനിക്കുക ഒരാൾ കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ ഉള്ള കാര്യം. സമാന്തരമായിട്ടൊരു നിയമ സംവിധാനം പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് സമാന്തരമായൊരു നിയമ സംവിധാനം എന്നുള്ളത് മാത്രമല്ല, എല്ലാ പരിധികളും കടക്കുന്ന തലത്തിലേക്കുള്ള പീഡനങ്ങളാണ് ഒരു ചെറുപ്പക്കാരന് നേരെ നടന്നിരിക്കുന്നത്. ഇനി ആ ചെറുപ്പക്കാരൻ എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, കുറ്റം ചെയ്തോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യം നമുക്കറിയില്ല. ഇനി എന്തെങ്കിലും കുറ്റം ചെയ്തു എന്നുള്ളത് തന്നെ ഇരിക്കട്ടെ, അതിന് നിയമത്തിൻ്റെതായ സംവിധാനങ്ങളില്ലേ, നിയമത്തിൻ്റെതായ വഴികളില്ലേ, അല്ലെങ്കിൽ മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ട് അവർക്ക് അവലംബിക്കുവാൻ വേണ്ടിയിട്ട്. പകരം ഒരു കൂട്ടം മൃഗങ്ങളെന്ന് വിളിക്കാൻ പറ്റുന്ന കുറേ ആൾക്കാർ ചുറ്റും കൂടുന്നു. ആ ചുറ്റും കൂടിയതിന് ശേഷം ആ പയ്യനെ 3-4 ദിവസമൊക്കെ നഗ്നനാക്കി നിർത്തി, അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് നിർത്തി മർദ്ദിക്കുന്നു, ബെൽറ്റ് കൊണ്ട് മർദ്ദിക്കുന്നു, വടി കൊണ്ട് മർദ്ദിക്കുന്നു. അയാൾക്ക് ഭക്ഷണം പോലും ഇറങ്ങാത്ത തലത്തിലേക്ക് അയാളുടെ ശരീരത്തിൽ മാരകമായ മുറിവുകൾ ഏൽപ്പിക്കുന്നു. ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ആ പയ്യനെ ഏൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യ മനസാക്ഷിക്ക് നിരക്കുന്നതല്ല, മനുഷ്യ മനസാക്ഷിക്ക് ഒരു തരത്തിലും ദഹിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമല്ല. ഇത് മനുഷ്യരല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കൂട്ടം മൃഗങ്ങൾ ഒരുമിച്ച് കൂടി ചേർന്നിട്ട് ഒരു പയ്യനെ, ഒരു വിദ്യാർത്ഥിയെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലുമാണ് നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് CBIയുടെ അന്വേഷണത്തിലും നമുക്കിപ്പോൾ വെളിവായിട്ട് വരുന്നത്. ഇതിൽ CBI അന്വേഷണം എന്തുകൊണ്ട് ആവശ്യം വന്നു എന്നുള്ളതാണ് പ്രധാനം. ഒന്ന്, കേരള പോലീസ് ഈ പയ്യൻ്റെ മരണം നടന്ന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 16-ാം തീയതി 17-ാം തീയതി മരണം നടന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 10-15 ദിവസങ്ങളോളം വളരെ ലാഘവത്തോടു കൂടി ഇത് കൊണ്ടുപോകുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട്, പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് ഒരു മൃതദേഹം എത്തിക്കേണ്ടുന്നതിൻ്റെതായ ഫോർമാലിറ്റികളൊന്നും തന്നെ പാലിക്കാതെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി, അല്ലെങ്കിൽ കഴുത്തിൽ എന്തുകൊണ്ടാണോ തൂങ്ങി മരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തൂക്കി കൊന്നിരിക്കുന്നത് ആ വസ്തു ഇല്ലാതെ ഈ തരത്തിലാണ് പോസ്റ്റ്മോർട്ടം ടേബിളിൽ പോലും എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കൃത്യമായ അട്ടിമറി കോളേജ് തലം മുതൽ പോലീസ് തലം വരെ വളരെ ഭംഗിയായിട്ട് നടന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കേരള പോലീസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതെങ്ങും എത്താൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും 100% ഉറപ്പുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണം വന്നിരിക്കുന്നത്. CBI അന്വേഷണം വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളിപ്പോൾ ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ആ പയ്യൻ അതിക്രൂരമായി അവിടെ ദിവസങ്ങളോളം പീഡിപ്പിക്കപ്പെട്ടു എന്നാണ്. ഇനി ഇത് കൃത്യമായി കൊലപാതകത്തിലേക്ക് തന്നെയാണോ പോകുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ CBIക്ക് ആ കാര്യത്തിൽ സംശയമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ എയിംസിലേക്ക് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വീഡിയോ ഉൾപ്പെടെ അയച്ചിരിക്കുന്നതും പുനഃപരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോയിരിക്കുന്നത്. അതുകൂടി വരുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു വ്യക്തമായ പിക്ചർ കിട്ടുമെന്ന് വിശ്വസിക്കാം. അതെ. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, സിദ്ധാർത്ഥന്റെ വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ എപ്പോഴും ഇടതുപക്ഷത്തു നിന്ന് ഉയരുന്നത്, ഞങ്ങൾ
എന്തായാലും ഇത്തരം നീചപ്രവൃത്തികളെ അനുകൂലിക്കുന്നില്ല, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം തുടങ്ങിയത് തന്നെയാണ്. അതുതന്നെയാണ് ന്യായീകരണമായി എപ്പോഴും നിരത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കുറ്റവാളികൾക്ക് ആരുടെ പിൻബലമുണ്ടായിരുന്നു, ആരൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, കേസിന്റെ തുടക്കം മുതൽ മജിസ്ട്രേറ്റിന്റെ വീട് വരെ ആരൊക്കെ അനുഗമിച്ചു, ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് മൗനമാണ്. അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്നുള്ളതറിയാം. എന്തായാലും ഇപ്പോൾ ഈ 19 പ്രതികളും അതിക്രൂരമായ പീഡനം തന്നെയാണ് സിദ്ധാർത്ഥന് മേൽ ചെയ്തിരിക്കുന്നത്. ഇത്രയധികം ക്രൂരത ചെയ്ത് മരണപ്പെട്ടേക്കാമെന്ന് ഉറപ്പുണ്ട്. കാരണം അതിസമർത്ഥരായ വിദ്യാർത്ഥികളാണ് ഇവരൊക്കെ തന്നെ. മരണപ്പെട്ടാൽ പോലും തങ്ങൾക്ക് യാതൊന്നും സംഭവിക്കുകയില്ല, തങ്ങൾ രക്ഷിക്കപ്പെടും, തങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നുള്ള ഉത്തമ വിശ്വാസം ലഭിച്ചത് ഇവർ SFI പ്രവർത്തകരായതുകൊണ്ടാണോ? ഈ വിഷയം നമ്മൾ ഇതിന്റെ കാര്യങ്ങളും ശാസ്ത്രീയ കാര്യങ്ങളും നിയമകാര്യങ്ങളൊക്കെ പല പ്രാവശ്യമായിട്ട് ചർച്ച ചെയ്തതാണ്. ഇവിടെ ഈ പ്രതികളെ സംബന്ധിച്ചുള്ള പ്രത്യേകത അവർ ശരിയാണ്, അവരൊക്കെ SFIയുടെ അവിടുത്തെ കോളേജ് യൂണിയൻ പ്രവർത്തകരാണ്. അവിടെ മറ്റ് യൂണിയൻ ഒന്നുമില്ല, SFIയുടെ യൂണിയൻ മാത്രമേ. മരിച്ച സിദ്ധാർത്ഥനും ആ യൂണിയൻ തന്നെയുള്ള അംഗമായിരുന്നു, ഒരേ യൂണിയൻകാരായിരുന്നു അവരില്ല. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ സംഭവം നടന്ന് ഫെബ്രുവരി മാസം 18-ാം തീയതിയാണെന്ന് തോന്നുന്നു സിദ്ധാർത്ഥന്റെ മരണം നടക്കുന്നത്. ആ മരണം നടന്ന് കുറെ ദിവസങ്ങൾ കഴിഞ്ഞാണ് അന്വേഷണം കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് ആദ്യം ഇതിന്റെ ഒരു ശാസ്ത്രീയമായി വരുന്ന ഒരു ദോഷം പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് വരും. ഇതിനകത്ത് ഞാനും ആദ്യത്തെ ചർച്ചയിൽ പല ചാനലിലും പറഞ്ഞാണ്, ഇതിനകത്ത് ഈ പയ്യന് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതിന് യഥാർത്ഥത്തിൽ എടുക്കേണ്ടത് 302 ആണ്, കൊലപാതകം. പക്ഷെ അവിടെ വരുന്ന നിയമപരമായ ഒരു തടസ്സം കോടതി വരുമ്പോൾ അത് നിൽക്കാതെ വരും. കാര്യം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇത് ആത്മഹത്യയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളിനെ ജീവനത്തെയാണ് കെട്ടിത്തൂക്കുന്നതെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ അത് ആത്മഹത്യയായിട്ട് വരും. അയാൾ സ്വയമായിട്ട് അയാളെ കെട്ടിത്തൂക്കി മരിച്ചതായിട്ട് വരും. അയാളെ കൊന്ന് കെട്ടിത്തൂക്കുന്ന രണ്ട് രീതിയാണ്. അപ്പോൾ 302 കേസെടുത്തു കഴിഞ്ഞാൽ പോലീസ് 302 ചാർജ് ഷീറ്റ് കൊടുക്കുകയും ഡോക്ടർ വന്ന് ഇത് ആത്മഹത്യയാണെന്ന് പറയുമ്പോൾ, ഡോക്ടർ എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഞങ്ങൾ പറയുന്നത് എക്സ്പെർട്ടാണ്. അപ്പൊ എക്സ്പെർട്ട് ഒപ്പീനിയൻ കോടതിക്ക് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ കേസ് കോൺട്രവേഴ്സി ആവും, കേസ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അവേറ്റ്മെന്റ് കമ്മിറ്റി സൂയിസൈഡ് 306, അതിന് 10 years ഇംപ്രിസ്മെന്റ് ഫൈനുമാണ്. ആ രീതിയിലാണ് കേസ് മുന്നോട്ട് പോകുന്നത്. ഇനി അതാണ് ഇതിന്റെ ഒരു നിയമപരമായ ഒരു വശവും ഇതിന്റെ ശാസ്ത്രീയപരമായ മറ്റൊരു വശവും അതാണ്. അപ്പൊ ലീഗലായിട്ട് വരുമ്പോൾ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസുകൾ പരിശോധിക്കുമ്പോൾ 302 അട്രാക്ട് ചെയ്യാതെ വരുന്ന ഒരു ഭാഗം അവിടെയാണ്. കാര്യം ശ്രീ ബൽദേവിന്റെ ഓഡിയോ മ്യൂട്ട് ആയിരിക്കുന്നു എന്ന് തോന്നുന്നു. ശ്രീ ബൽദേവ്, ഓഡിയോ അൺമ്യൂട്ട് ചെയ്യാമോ? നമുക്ക് അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്താം. MK ഹരിദാസ് ചേരുന്നുണ്ട്. ശ്രീ MK ഹരിദാസ്, സിദ്ധാർത്ഥന്റെ മരണത്തിന്മേലുള്ള CBIയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ അതിക്രൂരമായ പീഡനമാണ് സിദ്ധാർത്ഥ് ഏറ്റുവാങ്ങിയത് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പല ദിവസങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്, എത്രമാത്രം ക്രൂരതയാണ് സിദ്ധാർത്ഥ് ഏറ്റുവാങ്ങിയത് എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം, തുടക്കം മുതൽ പോലീസിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയത്, ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ, ഏറ്റവും ഒടുവിലായി CBIക്ക് കൈമാറുന്നതിൽ പോലും വച്ച് നടത്തിയ കാലതാമസം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടതാണ്. അതായത് സിദ്ധാർത്ഥന്റെ അച്ഛൻ നേരിട്ട് മുഖ്യമന്ത്രിയെ പോയി കാണുന്നു, തന്റെ ആവലാതികൾ ബോധിപ്പിക്കുന്നു, തെരഞ്ഞെടുപ്പ് വേളയായതിനാൽ അപ്പോൾ തന്നെ അത് CBIക്ക് കൈമാറാം എന്നുള്ള ഉറപ്പ് നൽകുന്നു. പക്ഷേ അദ്ദേഹം നിരന്തരം മുഖ്യമന്ത്രിയുടെ പുറകെ നടന്നതിന് ശേഷം 17 ദിവസങ്ങൾ കഴിഞ്ഞ് മാധ്യമ ശ്രദ്ധ കൂടി നേടിയതിന് ശേഷം മാത്രമാണത് CBIക്ക് കൈമാറുന്നത്. കാലതാമസം വരുത്തി, മനഃപൂർവ്വമായ കാലതാമസം വരുത്തി. എന്തായാലും ഇത് എവിടെയൊക്കെ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നോ അവിടെയൊക്കെ അട്ടിമറിക്കപ്പെടേണ്ടിയിരുന്ന ഒരു കേസാണ്. ഇനിയെങ്കിലും അത് കൃത്യമായ ദിശയിലൂടെ നീങ്ങുമെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. പക്ഷേ അപ്പോഴും ചില സംശയങ്ങൾ അനുമാനിക്കുന്നുണ്ട്. കാരണം സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട ആ മുറിയിൽ നിന്ന് ശേഖരിച്ച തെളിവുകൾ പര്യാപ്തമല്ല, അതിനുതകുന്ന രീതിയിലുള്ളതല്ല. കാരണം അപ്പോഴേക്കും തന്നെ ആ മൃതദേഹത്തിൽ നിന്ന് തൂങ്ങാൻ ഉപയോഗിച്ച കയർ സഹിതം എടുത്തു മാറ്റിയിരുന്നു എന്നൊക്കെയുള്ളതാണ് ഏറ്റവും ഒടുവിലായി കണ്ടെത്തുന്നത്. അതുകൊണ്ട് CBI അന്വേഷിക്കുമ്പോഴും അവർക്ക് തെളിവുകളുടെ പരിമിതിയുണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ട് അവർ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളതും നോക്കിക്കാണേണ്ടത് തന്നെയല്ലേ? തീർച്ചയായിട്ടും രോഹിണി, ഈ കാര്യത്തിൽ എനിക്കും വളരെയധികം ആശങ്കയുണ്ട്. കാരണം CBI വരാനുള്ള
ഒരു ചെറിയ ഇതിപ്പോൾ സാധാരണ കേസുകളിലൊക്കെ ചിലപ്പോൾ 6 മാസം 9 മാസം 1 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് CBI വരാറുള്ളത്. ഇവിടെ അത്രയൊന്നും കാലതാമസം വരാതെ തന്നെ CBI വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ സമയം കൊണ്ട് ഒരുപാട് തെളിവുകൾ ഇതിലത്തെ ഈ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെളിവുകൾ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെ വേണം കരുതാൻ. കാടിറങ്ങിയിട്ട് വയനാട്ടിലായാലും അട്ടപ്പാടിയിലായാലും മൂന്നാറിലായാലും കാടിറങ്ങിയ മൃഗങ്ങൾ മനുഷ്യനെ വരുത്തി വയ്ക്കുന്ന മരണമടക്കമുള്ള നമ്മൾ പറയില്ലേ ശാരീരിക ആക്രമണങ്ങളിൽ 21 മന്ത്രിമാർ പ്രതികരിച്ച രീതി പോലും ഈ പാവം സിദ്ധാർത്ഥനോട്, സിദ്ധാർത്ഥൻ്റെ മരണത്തോട്, സിദ്ധാർത്ഥൻ്റെ കുടുംബത്തോട് ഈ 21 മന്ത്രിമാർ കാണിച്ചില്ല എന്നിടത്തു നിന്നാണ് ഈ CBI അന്വേഷണത്തിലേക്ക് എത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. കാരണം സിദ്ധാർത്ഥൻ്റെ മരണം നടന്ന ഉച്ചവരയ്ക്ക് ഈ പരിധിയിൽ, ഈ കോളേജിൻ്റെ പരിധിയിൽ DYSP എന്ന് പറയുന്ന സാറ് നിങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രൂരമായൊരു കൊലപാതകമാണ് എന്ന നിലയിലാണ് അദ്ദേഹം അന്ന് വളരെ നമ്മൾ പറയില്ലേ അച്ചടി ഭാഷയിലാണ് അദ്ദേഹം അന്ന് സംസാരിച്ചത്. പക്ഷേ വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും ആ പോലീസ് ഓഫീസർക്ക് താൻ പറഞ്ഞതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊണ്ട് അങ്ങനെയൊന്നുമല്ല, ഇത് ആത്മഹത്യയാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ സ്വാധീനം ഈ മരണത്തിൽ ചെന്നെത്തി എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഇവിടെ CBIയുടെ അന്വേഷണം ഈ കാര്യത്തിൽ ഒരു അനിവാര്യതയായിരുന്നില്ലേ എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും CBI വന്നിട്ടും ഏകദേശം ഒരു 10, 25, 30 ദിവസത്തെ അന്വേഷണത്തിലെ കാണാമറയത്ത് നിൽക്കുന്ന ഒരുപാട് പ്രതികളുടെ കുറിച്ച് നമ്മൾ ജനം TV-യിൽ തന്നെ ഞാൻ 4-5 ചർച്ചകളിൽ പങ്കെടുത്തപ്പോൾ ഈ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ സൂചന നൽകിയിരുന്നു. ഇങ്ങനെ കാണാമറയത്തുള്ള പ്രതികൾ മൂന്നാറിലുള്ള ഒരു CPM-ൻ്റെ നേതാവ് സംരക്ഷിക്കുന്നുണ്ട്, വേറൊരു CPM-ൻ്റെ നേതാവ് സംരക്ഷിക്കുന്നുണ്ട്. അവരിലേക്കൊന്നും ഈ പ്രാഥമികമായ കുറ്റാന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അവരിലേക്കൊന്നും എത്താത്തതിൽ ഞാൻ ഒരു 2 ആൺകുട്ടികളുടെ അച്ഛൻ എന്ന നിലയ്ക്ക് ഞാൻ അങ്ങേയറ്റം ഉത്കണ്ഠ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരാളും ഇതിൽ നിന്ന് ചോർന്നു പോകാനുള്ളൊരു അവസരം വരരുത്. കാരണം എല്ലാവരും തെറ്റ് ചെയ്തവരെല്ലാം ഈ കാര്യത്തിൽ ശിക്ഷിക്കപ്പെടണം. കാരണം സിദ്ധാർത്ഥൻ്റെ ഈ ക്രൂരമായ റാഗിങ്ങിലൂടെ സിദ്ധാർത്ഥന് നേരിട്ട ഈ ദുരന്തം ഇനി ഒരു കുഞ്ഞിനുണ്ടായിട്ട് ഒരു മാതാപിതാക്കളും കേരളത്തിൽ കണ്ണീര് പൊഴിക്കാനുള്ള അവസരം കേരളത്തിൽ ഉണ്ടാവരുത്. കാരണം ഈ സിദ്ധാർത്ഥൻ്റെ മരണം തന്നെ ഇല്ലാതാക്കാൻ ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കാകുമായിരുന്നു. അതിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ന വാക്കുകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ CPM എന്ന പാർട്ടി ശക്തമായിട്ട് അവരുടെ ഈ വിദ്യാർത്ഥി സംഘടന നടത്തുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ഒരു കടിഞ്ഞാണിടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 2-3 കൊല്ലത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ശാസന ഈ വിദ്യാർത്ഥി സംഘടനകൾക്കും ഈ DYFI നേതാക്കൾക്കും നൽകിയിരുന്നുവെങ്കിൽ ഈ കൊലപാതകം ഇവിടെ നടക്കുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം ഇവരുടെയൊക്കെ മുദ്രാവാക്യത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് കൊലപാതകം ചെയ്യും, ഞങ്ങളെ നേരിട്ടവരെല്ലാം ഞങ്ങളിപ്പോൾ ആലപ്പുഴയിലൊരു കുഞ്ഞിനെ ചുമലിലിരുത്തിക്കൊണ്ട് അവിലും മലരും കരുതിക്കോളൂ, അപ്പവും അടയും കരുതിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം നമ്മൾ പറയില്ലേ തീവ്രവാദ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മുദ്രാവാക്യം കേട്ടതിനെതിരെ നമ്മൾ പ്രതികരിച്ചതിൻ്റെ സമാനമായിട്ടാണ് നമ്മൾ വാട്സപ്പ് തുറന്നാലും നമ്മൾ യൂട്യൂബ് തുറന്നാലും SFIയുടെയും DYFIയുടെയും നേതാക്കൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ നേരിട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ വീട്ടിലിരുന്ന് ഊണ് കഴിക്കാമെന്ന് കരുതേണ്ടത് നിങ്ങളെ ഞങ്ങൾ കൊല്ലും. അപ്പോൾ ഇതൊക്കെ ആരാണ് നിയന്ത്രിക്കേണ്ടത്? നമ്മുടെ മക്കൾ നാളെ വഴിതെറ്റി പോകുമ്പോൾ മാതാപിതാക്കളാണ് നമ്മൾ അവരെ ഉപദേശിക്കേണ്ടത്. ഇങ്ങനെയൊന്നുമല്ല ജീവിക്കുക. ഒന്നാമത് കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്നത്, കലാലയ രാഷ്ട്രീയം വേണോ എന്നുള്ളൊരു ചോദ്യം തന്നെ വന്നുകൊണ്ട് കേരളത്തിൽ ചർച്ചയായതും കോടതി കയറിയതുമാണ് വിഷയമാണ്. അതിന് കാരണം എന്താ? ഈ SFIയുടെ ഈ ചോരപ്പാട് വീഴ്ത്തിയ രാഷ്ട്രീയ കളിയാണ് ഈ കാരണത്തിന്. ഈ രാഷ്ട്രീയം, കലാലയത്തിൽ രാഷ്ട്രീയം വേണോ എന്നുള്ളൊരു ചോദ്യം തന്നെ ഉയരാനുള്ള കാരണം SFIയുടെ ഇത്തരത്തിലുള്ള വീഴ്ത്തിക്കൊണ്ടുള്ള ഇവരുടെ കലാലയ രാഷ്ട്രീയം അതിരുവിടുന്നതിൻ്റെ പേരിലാണ് ഈ വിഷയം കോടതിയിലേക്ക് എത്തിയത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു SFIയെ നിയന്ത്രിക്കാൻ അവരുടെ മാതൃസംഘടനയ്ക്ക് കഴിയാതെ പോയതിൻ്റെ പേരിലാണ് നമ്മുടെ സിദ്ധാർത്ഥൻ്റെ ജീവൻ ഇവിടെ ബലിയർപ്പിക്കപ്പെട്ടത്. സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾക്ക് നീതി ലഭിക്കുന്നതോടുകൂടി മക്കളെ കോളേജിലേക്ക് അയക്കുന്ന മാതാപിതാക്കൾക്ക് ധൈര്യമായിട്ട് ഇവർ കോളേജിൽ പോയി തിരിച്ചു വരുമെന്നൊരു ധാരണയോടുകൂടി ജീവിക്കാൻ കേരളത്തിലെ അന്തരീക്ഷം പാകപ്പെടണം. ആ പാകപ്പെടാനുള്ള അന്വേഷണമാണ് ഇവിടെ CBI നടത്തേണ്ടത്. ഞാൻ നിർത്തുകയാണ് ഒരു സെക്കൻഡ് കൂടി. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ്റെ സുഹൃത്ത് പറഞ്ഞു, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു പാളിച്ച, അതിനാണ് ശ്രീ ബലദേവ് ഇപ്പോൾ ഈ എയിംസിൻ്റെ സഹായമാണ് തേടിയിരിക്കുന്നത്. കേരളത്തിൽ ഡോക്ടർമാരില്ലായിട്ടല്ല, കേരളത്തിൽ മെഡിക്കൽ കോളേജില്ലായിട്ടല്ല, കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ ഒരു മെഡിക്കൽ ടീമിനെ ഈ വിഷയത്തിൽ കൊണ്ടുവരാതെ എയിംസിൻ്റെ സഹായം തേടിയിരിക്കുന്നത്. അതിനാണ് രോഹിണി ചോദിച്ച ചോദ്യത്തിലേക്ക് കടക്കും മുമ്പാണ് താങ്കളുടെ മ്യൂട്ടായിരിക്കുന്നത്. SFIയുടെ സ്വാധീനം കൊണ്ടാണോ ഈ കേസിലേക്ക് CBI എത്തിപ്പെടേണ്ടി വന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് താങ്കൾ മറുപടി പറയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശ്രീ ബൽദേവ് നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തടസ്സം നേരിട്ടിരുന്നു. എന്തായാലും SFI എന്നുള്ള രാഷ്ട്രീയ പിൻബലം തന്നെയാണോ ഈ വിദ്യാർത്ഥികൾ ഇത്രയധികം ക്രൂരത കാണിക്കാൻ ഇടയായത്? അതിനുശേഷവും ഈ ക്രൂരതയ്ക്ക് ശേഷവും ഒരു സഹപാഠി പോലും ഇതിനെതിരെ മൊഴി കൊടുക്കാതെ ഭയന്ന് നിൽക്കുന്ന
സാഹചര്യമായിരുന്നു. ആ മരണ വീട്ടിൽ വന്ന ഏതാനും വിദ്യാർത്ഥിനികളാണ് സിദ്ധാർത്ഥന്റെ അച്ഛന്റെ അടുത്തു ചെന്ന് വളരെ രഹസ്യമായി ഇത് ഒരു കൊലപാതകമാണ്, അതിക്രൂരമായ പീഡനം നടന്നിട്ടുണ്ട്, ദയവ് ചെയ്ത് അന്വേഷിക്കണം, ഞങ്ങളുടെ പേര് പറയരുതേ എന്ന് പറഞ്ഞ് രഹസ്യമായി ഇത് ഈ ആശയവിനിമയം നടത്തുന്നത്. എന്തായാലും അവിടെ എല്ലാം ഈ SFI പിൻബലം തന്നെയാണോ ഇവരെ സംരക്ഷിക്കും, ഞങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നുള്ള ആത്മവിശ്വാസത്തിന് ഉതകിയത്? ഒരു സാഹചര്യത്തിലും ഇങ്ങനെയുള്ള കൊലപാതകങ്ങളെ അക്രമങ്ങളെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന കൂട്ടത്തിലല്ല. പിന്നെ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ആ ചില കോളേജുകൾ നമുക്കറിയാം, അവർ മാത്രമാണ് പല കോളേജുകളിലും ഉള്ളത്. അങ്ങനെയുള്ള ചില അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. ഇവിടെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ സംഭവം ഫെബ്രുവരി മാസം 18 നടക്കുന്നു. മാർച്ച് മാസം 9 ഗവൺമെന്റ് CBI അന്വേഷണത്തിന് ഓർഡർ എടുക്കും. പക്ഷെ അതിന് ശരിയാ നിങ്ങൾ പറഞ്ഞ പോലെ ചെറിയ ഡിലേ വന്നു. മാർച്ച് 16 പിന്നീട് ആ ഓർഡർ CBI പോകുന്നത്. വിശ്വനാഥ് സിൻഹയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓർഡർ കൊടുക്കുന്നത്. അത് മാർച്ച് 16 കൊടുക്കുന്നു. ഇപ്പോൾ മെയ് മാസമായിരിക്കുന്നു. അവരതിന്റെ പ്രിലിമിനറി ചാർജ് ഷീറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. ഇവരുടെ ബെയിൽ ആപ്ലിക്കേഷൻ കോടതി പരിഗണിക്കുമ്പോഴാണ് അത്യധികം വളരെയധികം വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പറയുകയും അതിന്റെ ഫൈനൽ ചാർജ് ഷീറ്റ് അല്ല പ്രിലിമിനറി ചാർജ് ഷീറ്റ് കൊടുക്കുകയും ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കാനായിട്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ടല്ല, സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും നേരിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രി തന്നെ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു ഇത് CBI കൊണ്ട് അന്വേഷിക്കാമെന്ന്. ഒരുപക്ഷെ CPM-ന്റെ ഭാഗത്ത് വളരെ കൂടുതൽ സമ്മർദ്ദം ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരിക്കലും അങ്ങനെ ഒരു നിലപാടിലേക്ക് വരാൻ പറ്റില്ല. മുഖ്യമന്ത്രി വളരെ ശക്തമായിട്ട് തന്നെ പറഞ്ഞു ഇത് അന്വേഷിക്കും. നേരത്തെ ഇവിടെ M. ഹരിദാസ് പറഞ്ഞതുപോലെ പല കേസുകളിലും CBI വർഷങ്ങൾ കഴിഞ്ഞു പോലും CBI ഏറ്റെടുത്ത കേസുകളുണ്ട്. ഇത് ഏകദേശം 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഈ കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുത്തു. ശരിയാണ്, ചിലപ്പോൾ പലപ്പോഴും പ്രതികൾ എല്ലാവരും ചെയ്യാറുള്ളതാണ്. ചില എവിഡൻസുകൾ, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. ഈ സാഹചര്യ തെളിവുകളും മറ്റു തെളിവുകളും ഒക്കെ നശിപ്പിക്കാൻ പ്രതികൾ എപ്പോഴും ശ്രമിക്കും. ആരും ഒരു പ്രതികൾ അവരുടെ ഭാഗം സേഫ്റ്റി നോക്കണമല്ലോ. അപ്പൊ ഇവിടെ ഈ വിദ്യാർത്ഥികള്, എല്ലാ വിദ്യാർത്ഥികളും, അത് ഏത് വിദ്യാർത്ഥി സംഘടനയായാലും AVP ആയാലും SFI ആയാലും KSU ആയാലും, ഇവർ നടത്തുന്ന എല്ലാ അക്രമങ്ങളും അവരുടെ മാതൃസംഘടന അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല. ചില അക്രമങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടുമാകാം. ഞങ്ങൾ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ SFI, AVP, KSU ഒക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ഇടപെട്ട് ചോദിച്ചുകൊള്ളട്ടെ, അങ്ങനെയാണെങ്കിൽ 2 പ്രമുഖ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ സഹായം ഈ പ്രതികൾക്ക് എങ്ങനെയുണ്ടായി? നമുക്കറിയാമല്ലോ, ഈ പ്രതികളെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുമ്പോൾ അവിടുത്തെ ഒരു CPM നേതാവ്, മുതിർന്ന നേതാവ് തന്നെയാണ് ഇവരെ അനുഗമിച്ചെത്തിയത്. മജിസ്ട്രേറ്റിനൊടുവിൽ വീടിന് പുറത്തേക്ക് നിൽക്കണമെന്ന് പറയേണ്ട സാഹചര്യം വരെ ഉണ്ടായി. അത് ഈ മാതൃസംഘടന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നുള്ളതിനെ സാധൂകരിക്കുന്നതല്ലേ? അത് ഞാൻ പറയാം, ഒരു മജിസ്ട്രേറ്റിന്റെ അടുക്കലും പ്രതിയെ ഹാജരാക്കുമ്പോൾ ആ പ്രതിക്ക് വേണ്ടി അപ്പയർ ചെയ്യുന്ന വക്കീലല്ലാതെ ഒരാൾക്ക് പോലും അത് വിടാം, അതിന്റെ നിയമവശമല്ല ഞാൻ ചോദിച്ചത്. പക്ഷേ ഇത്രയധികം ക്രൂരത അരങ്ങേറിയിട്ടും ആ പ്രതികളുടെ കൂടെ സഞ്ചരിക്കേണ്ടി വരുന്ന ആ CPM നേതാവിന്റെ മനോവികാരമാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും അത് തെറ്റാണ്. ഒരിക്കലും അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. ചിലപ്പോൾ അവരുടെ ഏതെങ്കിലും നേതാക്കന്മാരുടെ സ്വാധീനത്തിന് വഴങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മളെല്ലാവരും ആ പത്രത്തിൽ വായിച്ചാണ്. CPM-ന്റെ ഒരു നേതാവ് മജിസ്ട്രേറ്റിന്റെ അടുത്ത് വരെ ചെന്ന കാര്യവും ഒക്കെ നമ്മളെല്ലാവരും വായിച്ചാണ്. തെറ്റ് തന്നെയാണ്, ഒരിക്കലും അത് പാടില്ലാത്തതാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ നേതാക്കന്മാർക്ക് ചില സമയങ്ങളിൽ ചില പരിമിതികളൊക്കെ ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത്. അപ്പൊ ഇവിടെ നേരത്തെ ശ്രീ M. ഹരിദാസ് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് ഒരു ഡോക്ടറുടെ അഭാവമല്ല ഞാൻ പറഞ്ഞത്, ശാസ്ത്രീയമായ ഒരു കാര്യമാണ് പറഞ്ഞത്. ശാസ്ത്രീയമായ കാര്യം എവിടെ ചെന്നാലും ഏത് ഡോക്ടർ പരിശോധിച്ചാലും ശാസ്ത്രീയം ഒരിക്കലും അശാസ്ത്രീയമായിട്ട് മാറത്തില്ല. ഞാൻ തന്നെ കെട്ടിത്തൂങ്ങി മരിക്കുകയാണെങ്കിൽ എന്റെ ശരീരത്തിൽ ചില ലക്ഷണങ്ങൾ ഉണ്ടാകും. എന്നെ ഒരാൾ കൊന്ന് കെട്ടിത്തൂക്കുകയാണെങ്കിൽ ആ ലക്ഷണങ്ങൾ ഉണ്ടാകത്തില്ല. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ സ്വയമാണ് ഇത് ചെയ്തതെങ്കിൽ എന്നെ കൊന്ന് കെട്ടിത്തൂക്കാണെന്ന് എഴുതിയാൽ ആ കേസ് നിൽക്കാതെ പോകും. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതെന്നാണ് എന്റെയും ആഗ്രഹം. ഇതിനകത്ത് പക്ഷെ വരുന്ന വ്യത്യാസം ഇതാണ്. 306 302 ആകുമ്പോൾ 306 പരമാവധി ഒരു വരാവുന്ന പണിഷ്മെന്റ് 10 years ആണ്. 302 ആകുമ്പോൾ ലൈഫ് ലോങ് ഇംപ്രിസൺമെന്റ് ആണ്. ഇപ്പൊ ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ മരണം വരെയാക്കി മാറ്റിയിട്ടുണ്ട്. പണ്ട് 14 വർഷമായിരുന്നു. ഇപ്പോൾ മരണം വരെ കടക്കണം എന്ന് തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വലിയ വ്യത്യാസമാണ് അതിൽ വരുന്നത്. പക്ഷെ അപ്പൊ 302 അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ശാസ്ത്രീയമായ എവിഡൻസുകളൂടെ വേണം. 1-2 പേരുടെ സാക്ഷിമൊഴികൾ മാത്രം പോരാ. വിശേഷിച്ച് ഒരു വ്യക്തി മരിക്കപ്പെടുമ്പോൾ മരിച്ച വ്യക്തിയുടെ മൊഴി നമുക്കില്ലല്ലോ. ഒരു ഇഞ്ചുറി പോലെയല്ല ഒരു മരണം എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ മൊഴിയില്ല. അപ്പൊ പിന്നെ മറ്റ് സാഹചര്യ തെളിവുകളും മറ്റു സഹപാഠികളോ കാര്യങ്ങളൊക്കെ വെച്ചാണ് പ്രോസിക്യൂഷൻ കേസുമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ കേസ് ബലക്കണമെന്നുണ്ടെങ്കിൽ, പ്രോസിക്യൂഷൻ കേസ് ബലക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള തെളിവുകൾ വേണം. ഇവിടെ 1. 2, ഇവിടെ പോലീസ് ആദ്യം ഒരു റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തു. ആ റിമാൻഡ് റിപ്പോർട്ട് ഇരിക്കുന്നത് ശ്രീമാൻ ഹരിദാസിന്റെ കയ്യിലൊക്കെ കാണും.
ആ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് CBI പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥിനെ അതിക്രൂരമായിട്ട് ഉപദ്രവിച്ചുവെന്നും വയറ് വെച്ച് ആ കുട്ടിയുടെ കഴുത്തിനെ പിടിച്ചുവെന്നും ഷൂസ് ഇട്ട് അടിവയറ്റിൽ ചവിട്ടിയെന്നും അതുപോലെ തന്നെ അതിനെ വിവസ്ത്രനായിട്ട് പരസ്യമായിട്ട് അതിനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചെന്നും ആഹാരം കൊടുത്തില്ല എന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് ആ റിമാൻഡ് റിപ്പോർട്ട് ഇദ്ദേഹം വായിച്ചിട്ടുണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. ആ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പോലീസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ജാമ്യം പരിപൂർണമായിട്ട് അവർക്ക് നിഷേധിക്കുന്നതിന് വേണ്ടി പോലീസ് ശക്തമായൊരു നിലപാടാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു 306 കേസ് എടുത്താൽ സാധാരണഗതിയിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് ജാമ്യം കിട്ടും. അതിന് പിൻബലമേകുന്ന ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു. അല്ല, ആയിക്കോട്ടെ, അത് വെക്കണമെന്നില്ല. പോലീസിനകത്തെ സ്വാധീനം വന്നു കഴിഞ്ഞാൽ ഒരു പ്രതിയെ കോടതി ഹാജരാക്കുമ്പോൾ റിമാൻഡ് ആപ്ലിക്കേഷൻ എഴുതും. ആ റിമാൻഡ് ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ആ പ്രതിയെ വിടാം. ആ റിമാൻഡ് ആപ്ലിക്കേഷനകത്ത് എഴുതുന്നതാണ് കോടതി പരിശോധിക്കുന്നത്. അപ്പൊ റിമാൻഡ് ആപ്ലിക്കേഷനകത്ത് അവർക്ക് 4 വാചകം എഴുതാതിരുന്നത്. അതിന്റെ അകത്ത് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടൊന്നും ഹാജരാക്കണമെന്നില്ല റിമാൻഡ് ആപ്ലിക്കേഷനകത്ത്. FIR-ഉം അതിനകത്തുള്ള FIS-ഉം റിമാൻഡ് ആപ്ലിക്കേഷൻ ഇത്രയുള്ള, അതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല ഒരു പ്രതിയെ ആദ്യം ഹാജരാക്കുമ്പോൾ. പിന്നീടാണ് അഡീഷണൽ റിപ്പോർട്ടുകൾ, ചാർജ് ഷീറ്റ്, ഇതുപോലെ ഇന്റർവ്യൂ റിപ്പോർട്ടുകളൊക്കെ പിന്നീടാണ് വരുന്നത്. ഇത് ഉടൻ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു. ആ പ്രതികളെ 24 മണിക്കൂറിനകം കോടതി ഹാജരാക്കണം. അപ്പോൾ അതിന്റെ കൂടെ റിമാൻഡ് ആപ്ലിക്കേഷൻ കൊടുക്കും. പലയിടത്തും എഴുതുന്ന ഒരു വാചകമുണ്ട്, ആ വാചകമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പലയിടത്തും എഴുതുന്ന വാചകം എന്താ? ഈ പ്രതികൾ പുറത്തു നിന്നാൽ അന്വേഷണത്തെ സ്വാധീനിക്കും, എവിഡൻസുകൾ അട്ടിമറിക്കും. ഇത് അവരുടെ ഒരു സ്ഥിരം വാചകമാണ്. ഒരു ചെറിയ കള്ളനെ പിടിച്ചോണ്ട് വന്നാലും വലിയ കൊലപാതക കേസിലെ പ്രതിയെ കൊണ്ടുവന്നാലും അവർ സ്ഥിരം എഴുതുന്ന ഒരു വാചകമാണ്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല എഴുതിയിരുന്നത്. ഇതിൽ വളരെ വ്യക്തമായിട്ട് ആ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിരുന്നു, വളരെ ക്രൂരമായിട്ട് സിദ്ധാർത്ഥിനെ ഈ പ്രതികൾ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ ഉപദ്രവം തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. അദ്ദേഹത്തിന് പരസ്യമായിട്ട് വിവസ്ത്രനാക്കി ഉപദ്രവിച്ചു, ദിവസങ്ങളോളം ആഹാരം കൊടുക്കാതെ ഇട്ടിരുന്നു. അതുകൊണ്ട് പ്രതികൾക്ക് ജാമ്യം കൊടുക്കരുതെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരുന്നു. പിന്നെ CBIയുടെ അന്വേഷണത്തിലും അതിൽ നിന്ന് മുകളിലായിട്ട് യാതൊന്നും കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനേക്കാൾ മുകളിലേക്ക് CBIക്ക് ഇതുവരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ 120B, നിരവധി പ്രതികൾ കയറി കുറ്റം ചെയ്യുമ്പോൾ 120B അട്രാക്ട് ചെയ്യും. 120Bക്ക് മാത്രമായിട്ട് ഒരു പണിഷ്മെന്റ് ഇല്ല. 120Bക്ക് ഒരു പണിഷ്മെന്റ് ഇല്ല. എന്ത് കുറ്റമാണോ ചെയ്തത്, 302 ആണെങ്കിൽ അതിന്റെ പണിഷ്മെന്റ്, 306 ആണെങ്കിൽ അതിന്റെ പണിഷ്മെന്റ്. അപ്പോൾ ഇവര് ക്രിമിനൽ കോൺസ്പിറസി നടത്തി എന്നുള്ളതാണ് പുതിയതായിട്ട്. അപ്പൊ ഇതിനകത്ത് CBI ഇതുവരെ നിൽക്കുന്നത് നേരത്തെ പോലീസ് കൊടുത്ത റിമാൻഡ് ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിന് കൂടെ കുറെ കൂടെ ശക്തമായ റിപ്പോർട്ട് വരട്ടെ, എയിംസിന്റെ റിപ്പോർട്ടൊക്കെ വരട്ടെ. നമുക്ക് ഞാനും അത് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം, ഒരു രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഇല്ലാതെ. അതെ, അത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ശ്രീ യുവരാജ് ഗോകുൽ, എന്തായാലും ഇവിടെ CBI കണ്ടെത്തലുകൾ ആഭ്യന്തര പോലീസിന്റെ കണ്ടെത്തലുകളിൽ നിന്ന് ഒരു പടി പോലും മേലോട്ടല്ല, കൃത്യമായ പോലീസ് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് ഇടത് നിരീക്ഷകൻ പറയുന്നത്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ, കാരണം രാഷ്ട്രീയ സ്വാധീനമൊക്കെ എത്രത്തോളം ഉണ്ടായി എന്നുള്ളത് ഇനിയും നോക്കിക്കാണേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ സംശയം ജനിപ്പിക്കുന്ന വസ്തുതകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ വിദ്യാർത്ഥികൾക്ക് മേൽ മൊഴി നൽകാൻ പോലും സഹപാഠികൾ തയ്യാറായില്ല, കൃത്യമായ ഭീഷണിയും രാഷ്ട്രീയ സ്വാധീനവും. 2, പ്രാദേശിക CPM നേതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടു. 3, ഉദ്യോഗസ്ഥ തലത്തിൽ ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നീക്കമായിരുന്നു ഏറെ ഞെട്ടിപ്പിച്ചത്. ഡീൻ അടക്കം ഈ പ്രതികൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. എത്ര അവജ്ഞയോടുകൂടിയാണെന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അയാൾ മറുപടി പറഞ്ഞത് എന്നുള്ളത് നാം കണ്ടതാണ്. അതായത് മരണവിവരം വീട്ടിൽ അപ്പോൾ തന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. മറ്റൊന്നും കോളേജ് ഹോസ്റ്റലിൽ നടക്കുന്ന മറ്റു കാര്യങ്ങൾ അന്വേഷിക്കലല്ല ഡീനിന്റെ പണി എന്നായിരുന്നു. ഈ കോളേജ് ഉദ്യോഗസ്ഥർ പോലും ഈ പ്രതികളുടെ കൂടെ നിൽക്കാൻ പ്രേരിപ്പിച്ച ഘടകം ഈ രാഷ്ട്രീയ സ്വാധീനം തന്നെയല്ലേ? റോഷ്നി, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ അദ്ദേഹം മികച്ചൊരു അഭിഭാഷകനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം വളരെ നിയമപരമായി ചാതുര്യത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ അദ്ദേഹം പല വകുപ്പുകളുടെ നിയമത്തിൻ്റെയൊക്കെ ഭാഷയിൽ അദ്ദേഹം കൃത്യമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷെ ഒരു വലിയ വിഷയമുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? CBI കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നതിനേക്കാൾ ഒരു പടിയെങ്കിലും മേളിൽ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് CBI അന്വേഷണം ഇവിടെ ആവശ്യമായി വന്നു എന്നുള്ള കാര്യമാണ്. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ പറയുന്നത് പോലെ അത്ര സുതാര്യമായിട്ടും അത്ര വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടൊന്നും അല്ല കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ചതെന്നുള്ള കാര്യം നമ്മളെല്ലാവരും ആ കേസിൻ്റെ നാൾ വഴികളിലൂടെ പോയപ്പോൾ കണ്ടതാണ്. ഈ SI എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ ആ ഭാഗത്തെ, അദ്ദേഹം ആദ്യം പോലീസ് സ്റ്റേഷനിൽ ആദ്യം ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി മെഡിക്കൽ കോളേജ് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സമയത്ത് ബന്ധുക്കൾ ഈ ദേഹത്ത് ഈ സിദ്ധാർത്ഥിൻ്റെ ദേഹത്ത് പരിക്കുകൾ പറ്റിയിരിക്കുന്നതിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ ഈ SI ബന്ധുക്കളോട് പറയുന്നത് അതൊരു തൂങ്ങി മരണമാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണ്.
അപ്പോൾ ഒരു കേരള പോലീസിനെ നമുക്കറിയാമല്ലോ, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു ക്രൈം സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ആത്മഹത്യയാണോ അത് കൊലപാതകമാണോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയ തെളിവിൻ്റെ പോലും ആവശ്യമില്ല. എന്നുവെച്ചാൽ അവർക്ക് അത്രയും എഫിഷ്യൻ്റാണ്. ശാസ്ത്രീയ തെളിവുകളൊക്കെ പിന്നെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ കൃത്യമായിട്ട് ആ കാര്യം സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു SI പറയുകയാണ് എന്താണ്, ഈ മുറിവുകളൊക്കെ തൂങ്ങി മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണെന്നാണ്. ഇത് അത്ര നിഷ്കളങ്കമായിട്ട് വിശ്വസിക്കുവാനും വേണ്ടിയിട്ട് വിഡ്ഢികളാണ് കേരളത്തിൻ്റെ ജനത എന്ന് അങ്ങ് വിചാരിക്കരുത് എന്ന് അങ്ങയോട് എനിക്കൊരു അപേക്ഷയുണ്ട് ശ്രീ ബലദേവ് സച്ചിദാനന്ദനോട്. പോലീസ് ഈ കേസ് തുടക്കം മുതൽ അട്ടിമറിക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? എന്ന് മുതലാണ് പോലീസ് ഈ കേസ് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്? പോലീസ് ഈ കേസിൽ വളരെ കാര്യമായിട്ട് പോവുകയും അങ്ങ് പറയുന്നത് പോലെയുള്ള കണ്ടെത്തലുകളിലേക്ക് കടക്കുവാനും ശ്രമിച്ചത് മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുകയും പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയത്തിൽ വലിയ സമരങ്ങളിലേക്ക് പോവുകയും തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പറയുന്ന വയനാട്ടിലുൾപ്പെടെ വലിയ സമരങ്ങളിലേക്ക് പ്രതിപക്ഷ കക്ഷികൾ കടക്കുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് പോലീസ് ഈ പറയുന്ന തലത്തിലേക്ക് ഒരു കൃത്യമായ റിപ്പോർട്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണത്തിലേക്ക് പോയത്. അതുവരെയും പോലീസ് സംരക്ഷിക്കുവാൻ ശ്രമിക്കുമായിരുന്നു. ആരെ? ഈ പറയുന്ന ക്രിമിനലുകളെ. എന്തിനായിരുന്നു ഈ ക്രിമിനലുകളെ പോലീസ് സംരക്ഷിക്കുവാൻ ശ്രമിച്ചത്? പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ടു സെർവ് ആൻഡ് പ്രൊട്ടക്റ്റ് എന്നാണല്ലോ അവരുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സെർവ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർ ക്രിമിനൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ലല്ലോ ഇരിക്കുന്നത്. അവരൊരു കൂട്ടം ക്രിമിനൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവർ ക്രിമിനൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നത്? വ്യക്തമായിട്ട് ഭരണത്തിൽ സ്വാധീനമുള്ള വിഭാഗമാണ് ആ ക്രിമിനൽസ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പോയിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ആദ്യത്തെ സംഭവമല്ലല്ലോ. കുറച്ച് നാളുകൾക്ക് മുമ്പ് വണ്ടിപ്പെരിയാറിലൊരു കുട്ടി, 6 വയസ്സുള്ള ഒരു കുട്ടിയെ ഇതുപോലെ കെട്ടിത്തൂക്കി കൊന്നിട്ട് അവസാനം കോടതിയിൽ വെറുതെ വിടുന്നൊരു സാഹചര്യം ഉണ്ടായില്ലേ? പിന്നെ അങ്ങ് ചോദിച്ചു CBI മുകളിലേക്ക് കണ്ടെത്തിയോ താഴേക്ക് കണ്ടെത്തിയോ? CBI മുകളിലേക്ക് കണ്ടെത്തിയോ താഴേക്ക് കണ്ടെത്തിയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. പോലീസ് കുറേ കണ്ടെത്തലുകളൊക്കെ നടന്നു. ഇപ്പോൾ വണ്ടിപ്പെരിയാറിൽ ഈ പറയുന്ന അർജുൻ എന്ന് പറയുന്ന DYFI പ്രവർത്തകനാണ് പ്രതി എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തി. പോലീസ് കോടതിയിൽ കൊണ്ടുപോയിട്ട് രേഖകളൊക്കെ സമർപ്പിച്ചു. അവസാനം ആ കേസിന് എന്താണ് സംഭവിച്ചത്? ആ കേസിൽ ആ പ്രതിയെ വെറുതെ വിടുന്ന, കുറ്റവാളിയെ വെറുതെ വിടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തുകൊണ്ടുണ്ടായി? കാരണം അതിനകത്ത് കൃത്യമായിട്ട് ലൂപ്പ് ഹോൾ ഇട്ടിട്ട് കൊണ്ടുചെന്ന് സമർപ്പിച്ചു. ഇപ്പം നമുക്കറിയാമല്ലോ, പണ്ട് ഇവിടെ ഒരു മയക്കുമരുന്ന് കടത്ത് കേസിൽ കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അണ്ടർവെയറിൻ്റെ സൈസ് മാറിയതും ഒരു പ്രമുഖ നേതാവ് രക്ഷപ്പെട്ടു പോയ സാഹചര്യവും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ കേരള പോലീസ് കേസ് അന്വേഷിക്കും, കേരള പോലീസ് അതിഗംഭീരമായിട്ട് ചാർജ് ഷീറ്റ് ഉണ്ടാക്കും, കേരള പോലീസ് കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതും, എല്ലാം നടക്കും. പക്ഷെ കോടതിയിലെത്തുമ്പോൾ പ്ലാസ്റ്റിക് കയറിട്ട് മുറുക്കി എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് അവിടെ എത്തുമ്പോൾ കാണുന്നത് മറ്റെന്തെങ്കിലും വസ്തുവിൽ ഉണ്ടാക്കിയിരിക്കുന്ന കയറായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേസ് തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, ബാഹ്യമായ ഇടപെടലുകൾ ഈ ഭരണപക്ഷത്ത് നിൽക്കുന്ന വിദ്യാർത്ഥി യൂണിയനിലെ ക്രിമിനലുകളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടും സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് ബോധ്യമുള്ളത് കൊണ്ടും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് ബോധ്യമുള്ളത് കൊണ്ടുമാണ് പോലീസ് അന്വേഷിച്ചാൽ പോരാ, CBI അന്വേഷിക്കണം എന്നുള്ള കൃത്യമായ ആവശ്യത്തിലേക്ക് പൊതുസമൂഹം എത്തിച്ചേർന്നത്. അതിനോട് അനുസരിക്കുക എന്നുള്ള ഒരൊറ്റ കടമ മാത്രമേ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഇലക്ഷൻ സമയമാണ്. ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് അതിൻ്റെ പുറത്ത് കിടന്ന് മസിൽ പിടിച്ചു കഴിഞ്ഞാൽ CPMൻ്റെ ഓൾറെഡി മോശമായി നിൽക്കുന്ന ഇമേജ് കൂടുതൽ മോശമാകാൻ മാത്രമേ അത് ഉപകരിക്കൂ എന്നുള്ള കാര്യം ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ ഉരുണ്ടുമറിഞ്ഞ ശ്രീ പിണറായി വിജയനെ പോലെ ഒരാൾക്ക് അറിയില്ല എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ മുട്ടുമടക്കേണ്ടി വന്നത്. നമ്മുടെ ചോട്ടാ മുംബൈ സിനിമയിൽ എന്താണ് മറ്റേ അനിയനോട് കലാഭവൻ മണി പറയുന്ന സാരമില്ല, ഞാൻ വെറുതെ അഭിനയിച്ചതല്ലേടാ എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു വിഷയമായി മാത്രമേ നമ്മൾ ഇതിനെയൊക്കെ കാണുന്നുള്ളൂ. അല്ലാണ്ട് അതുകൊണ്ടാണ് മാർച്ച് 9 CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നു. 17 ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് 26 ശാസ്ത്രീയമായ തെളിവുകൾ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എത്രത്തോളം സമയം ബൈ ചെയ്യണമോ അത്രത്തോളം സമയം ബൈ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അങ്ങോട്ടേക്ക് കൊടുക്കാൻ പോലും ഇവർ തയ്യാറായിരുന്നു. അതും വീണ്ടും രണ്ടാമതൊരു പ്രഷർ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ മാത്രം. അത്ര നിഷ്കളങ്കമല്ല വിഷയം എന്ന് ഞാൻ അങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. അതെ, പാവപ്പെട്ട അച്ഛന്റെ ചോദ്യങ്ങൾക്ക് അതിന് മറുപടി നൽകിയത് പേപ്പർ വർക്കുകൾ നടക്കുന്നുവെന്നാണ്. ഒടുവിൽ എല്ലാ കള്ളവും പുറത്തായപ്പോൾ 3 സാധാരണ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു ആ വിഷയം പരിഹരിച്ചത്. എന്തായാലും താങ്കളിലേക്ക് വരാം. ശ്രീ MK ഹരിദാസ്, ഇവിടെ സിദ്ധാർത്ഥൻ അതിക്രൂരമായി പീഡനത്തിന് ഇരയായി മരണപ്പെട്ടതിന് ശേഷവും അപമാനിക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് ഏറെ ദയനീയമായ ഒരു വസ്തുത. കാരണം
ഒരു കേസ് അതിനുശേഷം വളരെ പെട്ടെന്ന് കോളേജ് കമ്മിറ്റിയിലേക്ക് വരുന്നു, ഒരു പെൺകുട്ടിയെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ അതിന് മീറ്റിംഗ് കൂടുന്നു, ഉദ്യോഗസ്ഥരടക്കം കോളേജ് അധികൃതരടക്കം മീറ്റിംഗ് കൂടുന്നു, അതിന് ശിക്ഷാവിധി എന്ത് വിധിക്കണം എന്നുള്ള തീരുമാനത്തിലേക്കും എത്തുന്നു. ആ സമയം മൃതദേഹം ആ വീട്ടിലേക്ക് എത്തുന്നതേ ഉള്ളൂ. എന്തായാലും വളരെ പെട്ടെന്ന് അത്തരം നടപടികളിലേക്ക് കടക്കാൻ കോളേജ് അധികൃതർക്ക് സാധിച്ചു എന്നുള്ളതാണ്. നോക്കൂ, ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഇത്തരത്തിലുള്ള അപച്യുതികളെ സന്ദേശം എന്ന സിനിമയിൽ ഒരു കുമാരപിള്ള സാറിനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്, ശ്രീനിവാസൻ എന്ന് പറയുന്ന കഥാകൃത്തും തിരക്കഥാകൃത്തും. അപ്പോൾ കുമാരപിള്ള സാറിൻ്റെ ഒരു കുമാരപിള്ള സാർ മേനിയ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അതുകൊണ്ടാണ് പാവപ്പെട്ട സിദ്ധാർത്ഥൻ്റെ മേലെ എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ വിഷയം അടിച്ചേൽപ്പിക്കാനുള്ള ഇവരുടെ ഈ തന്ത്രം ഇവർ മെനഞ്ഞെടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. സിദ്ധാർത്ഥൻ്റെ മേൽ അത്തരത്തിലുള്ള ഒരു ആരോപണവുമായിട്ട് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഈ കുമാരപിള്ള സാർ മേനിയയുടെ പേരിൽ ചെയ്തിട്ടുള്ളതാണെന്നുള്ള കാര്യത്തിൽ എന്താണ് ഇത്ര സംശയമുള്ളത്? CBI ഇന്ന് സമർപ്പിച്ച പ്രിലിമിനറി കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. വീട്ടിലേക്ക് പോയ ആ പയ്യനെ അവനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് തിരിച്ചു വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഈ ക്രൂരമായ പീഡനം നടത്തിയിട്ട് അവനെ കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്.